السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. വിസ്ഡം വേൾഡ് പ്രീ സ്കൂൾ നെറ്റ്വർക്ക് ആൻഡ് മൈമൻ അക്കാഡമി നടപ്പാട്ടിറങ്ങുന്ന റമദാന്റെ ഖുർആൻ ക്ലാസ്സിലെ 8ാമത്തെ നാളിലേക്ക് കിരുന്നങ്ങ ഒട്ടിയ കൂടിയത് ഹബീബുൻ നജ്ജാർ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുടെ മഹാൻ അയാളുടെ റായത്തില് ദഅവത്താക്കുക ബന്ധങ്ങനത്തെ 3 അമ്പിയാക്കന്മാരെ അങ്ങനെ കൊണ്ട് വിശ്വസിച്ചിട്ട് അങ്ങക്ക് സപ്പോർട്ടാക്കിയിട്ട് അവസാനമായിട്ട് ഷഹീദാവുന്ന ഒരു അവസ്ഥ വന്നതിനെ ಬಗ್ಗೆ ടിക്കർന്നങ്ങ് വിശദീകരിച്ചുകൊണ്ട് വന്നേ. ആ അമ്പിയാക്കന്മാർ അല്ലാഹു തആല ആ റായത്തിക്ക് കടത്തിട്ട് പക്ഷേ അമ്പിയാക്കന്മാരെ സ്വീകരിക്കുക റായത്തങ്ങ് കേട്ടില്ല. അവസാനമായിട്ട് അല്ലാഹു തആല അങ്ങനെ ഒരു ചെറിയ അല്ലെങ്കിൽ വെറും ഒരു സ്ഫോടനം കൊണ്ടിട്ട് മാത്രം അങ്ങനെ അല്ലാഹു തആല സമ്പൂർണ്ണ നാശാക്കിയതിനെ ബഗ്ഗെയാണ് ചൊന്നെ. ഇൻ കാനത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, അതൊരു ഒറ്റ സ്ഫോട്ടായിട്ടിന്ത്, ഒരു മഹാസ്ഫോട മാത്രമായിട്ടിന്ത്. ഫൈദാഹും ജമീഉൽ ഇൻ കാനത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ ഫൈദാഹും ഖാമിദൂൻ. ആ ഒരു സ്ഫോട്ടത്തിലെ അങ്ങെല്ലാരും വെണ്ണൂറ് പോലെ അല്ലെങ്കിൽ തീ പൊലിഞ്ഞതുപോലെ അങ്ങെല്ലാരും ചത്തുപോയാറ്. എന്നിട്ട് അല്ലാഹു തആല ചൊന്ന അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. ഈ മനുഷ്യന്മാർ അർത്ഥാക്കില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയല്ലാണ്ട് ചൊല്ലങ്ങനത്തെ നബി തങ്ങളെ നുബുവത്തെ അല്ലെങ്കിൽ പ്രവാദിത്വത്തെ നിരാകരണാക്കണങ്ങനത്തെ ആൽമാർ. ഒരു മനുഷ്യ നബിയായിട്ട് പറക ഒരിക്കലും സാധ്യല്ല ചൊല്ലുടെ ആൽമാർ ചിന്തിക്കില്ലേ. ഇങ്ങനെ മുന്നത്തെ ചരിത്രമെല്ലാം ഒന്ന് നോക്കില്ലേ. ആ ചരിത്രം നോക്കിയെങ്കിൽ നമുക്ക് മനസ്സിലാവിടെ എന്തേ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ, എത്ര തലമാറേറ്റിക്കിരുന്നങ്ങ നശിപ്പിച്ചിരേ. അമ്പിയാക്കന്മാരെ സ്വീകരിക്കാത്തങ്ങനത്തെ അമ്പിയാക്കന്മാർ ചൊന്നതുപോലെ കേൾക്കാത്തങ്ങനത്തെ എത്ര തലമാറയാണ് നങ്ങ സമ്പൂർണ്ണ നാശാക്കിരെ. ആ അൽമാരെ ಬಗ್ಗೆ അങ്ങ തിങ്കാക്കല്ലേ. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, ഒരിക്കലും അങ്ങ തിരിച്ചു പറയാത്ത രൂപത്തിലാണ് അങ്ങ് നശിപ്പിക്കപ്പെട്ടത്. ഒരിക്കലും അങ്ങൊരു രണ്ടാമതൊരു ജന്മ ഭൂമിയിൽ ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെ സമ്പൂർണ്ണ നാശ അല്ലാഹു തആല ആക്കിയാച്ചുള്ള കാര്യ ഇങ്ങ ചിന്തിക്കില്ലേ എന്ന് ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമുദായത്തൊട്ടിಗೆ ഉമ്മത്തൊട്ടിಗೆ അല്ലാഹു തആല കേൾക്കുന്ന പ്രശ്നമാണ്. ഈ ആയത്ത് ചിന്തിച്ചിട്ടെങ്കിൽ വല്ലാത്തൊരു കാര്യമായിട്ടിക്കറ് ഒരു വലിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്തേ ഞങ്ങളെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിരെ മുന്നോട്ട് ബന്ധങ്ങത്തെ എല്ലാ ഉമ്മത്തുങ്ങ ആ ഉമ്മത്ത് അങ്ങനെ അമ്പിയാക്കന്മാരങ്ങ റിജക്റ്റ് ആക്കിയപ്പ ആ അമ്പിയാക്കന്മാരെ നിരാകരണാക്കിയപ്പ അല്ലാഹു തആല അങ്ങനെ സമ്പൂർണ്ണ നാശാക്കിര. പക്ഷേ ഞങ്ങളെ നബിരെ ഉമ്മത്തിരെ ആ രൂപത്തിൽ അല്ലാഹു തആല ഒരിക്കലും സമ്പൂർണ്ണ നാശാക്കിയിട്ടില്ല. എന്ന് മാത്രല്ല ഞങ്ങൾക്കു കിട്ടിയങ്ങനത്തെ ഒരു വലിയ അനുഗ്രഹം ഇട്ടിക്കിരുന്നേ ഞങ്ങൾ ലാസ്റ്റ് ഉമ്മത്തായ ചൊല്ലത്. കാരണം ഞങ്ങൾ മുന്നലത്തെ ഉമ്മത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങ ചിലപ്പോ പിൻകാലത്ത് പണ്ടങ്ങത്തെ ഉമ്മത്തുങ്ങൾക്കു പാഠമായിട്ട് നാശമായി പോണ്ടേ അല്ലെങ്കിൽ ബെടക്കായി പോണ്ട ഉമ്മത്തുങ്ങളിൽ ചിലപ്പോ ഞങ്ങൾ ആയി പോവന്ത. അല്ലാഹു തആല ഞങ്ങൾ അങ്ങനെ ആക്കില്ല. ഞങ്ങൾക്കുള്ള അനുഗ്രഹ ഞങ്ങളെ മുന്നിൽ ചെമ്മ ഞങ്ങൾക്ക് പാഠ പഠിക്കുകയുള്ളങ്ങനത്തെ ചെമ്മ ഉമ്മത്തുങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കി പോയാൻ ചൊല്ലതാണ്. ഞങ്ങളെ മുന്നിൽ വന്നങ്ങനത്തെ അത് ഓരോ അമ്പിയാക്കന്മാരെ ഉമ്മത്തിനെ ಬಗ್ಗೆ പഠിച്ചിട്ട് നമുക്ക് ചെമ്മ പാഠ പഠിക്കുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മത്തായിട്ട് ഇങ്ങനത്തെ ബനു ഇസ്രായേലിന്റെ പഠിച്ചു നോക്കിയിട്ടെങ്കിൽ എത്രമാ പാഠങ്ങൾ നമുക്ക് പഠിക്കുന്നുണ്ട്.
ആ പാഠങ്ങ പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ പ്രവർത്തനത്തിൽ പണ്ടങ്ങനത്തെ തപ്പുങ്ങല്ല നമുക്ക് ചിന്തകാവൂ. അതുകൊണ്ടാണ് ഖുർആനില് അള്ളാഹു താല ചെമ്മ മോത്തുലു ബനു ഇസ്രായേൽ മൂസാ നബി അലൈഹി ഇസ്ലാമുടെ കൗമുടെ ಬಗ್ಗೆ ചെമ്മ വിവരണ ആക്കിയ മൂസാ നബി അലൈഹി ഇസ്ലാമുടെ കൗമു മൂസാ നബി അലൈഹി ഇസ്ലാമൊಟ್ಟಿಗೆ കാട്ടിങ്ങനത്തെ ദുർവർത്തനങ്ങ അങ്ങ മുഅ്മിനായിട്ട് പോലും അങ്ങല് ബന്ധങ്ങനത്തെ പല നിലക്കുള്ള എടങ്ങേറുങ്ങ ഉപദ്രങ്ങ ಎಲ್ಲ അള്ളാഹു താല ഖുർആനിൽ വിശദീകരിച്ചിര. അതെല്ലാം വിശദീകരിച്ചിരെന്തിക്ക് നിങ്ങ ആ രൂപത്തിലാവുകുത്തീറാ. അത് ഇന്നലെ ഒരു ആയത്ത് നിങ്ങൾ ഓതിയല്ലേ, അതിൽ അള്ളാഹു താല ചൊന്നല്ലേ വലാ തകൂനു കല്ലദീന ആദൗ മൂസ, മൂസാ നബി അലൈഹി ഇസ്ലാമുടെ ഉപദ്രാക്കി അങ്ങനത്തെ ആൽമാരെ പോലെ നിങ്ങൾ ആയിപ്പോയിരണ്ട. അപ്പൊ മുന്നലത്തെ ഉമ്മത്തുങ്ങളെ ബഗ്ಗೆയല്ല അള്ളാഹു താല നിങ്ങൾ വിശദീകരിച്ചതണ്ടേ ആ ഉമ്മത്തിനെ ಬಗ್ಗೆ ആ ഉമ്മത്ത് ദുർവർത്തന കാട്ടിയപ്പോ അള്ളാഹു താല നാശാക്കിയല്ലേ ആ രൂപത്തിലുള്ള നാശങ്ങ നഷ്ടങ്ങ നിങ്ങകും വരൂ. പണ്ടത്തെ ഉമ്മത്തുങ്ങളെ കണ്ടിട്ട് നിങ്ങൾ പഠിക്കണു. അങ്ങ ഒരു പാട്ടായിട്ട് ഒരു നിദർശനായിട്ട് നിങ്ങകു നിങ്ങ ചിന്തന ആക്കണു എന്ന രൂപത്തിലാണ് അള്ളാഹു താല ഇതെല്ലാം ചൊന്തന്നുണ്ടല്ലേ. അപ്പൊ നബിത്തങ്ങളെ ഉമ്മത്താവിടെ നബിത്തങ്ങളെ ഉമ്മത്തായിട്ട് ഞങ്ങൾ ജനിച്ചത് ചൊല്ലത് വലിയ ഭാഗ്യാണ്. അതും അവസാന കാലഘട്ടത്ത് ഉമ്മത്തായിട്ട് ഞങ്ങളെ അവസാനത്തെ ഉമ്മത്തായിട്ട് ലാസ്റ്റ് ഉമ്മത്തായിട്ട് അള്ളാഹു താല ഞങ്ങളെ ആക്കിയ ചൊല്ലത് ഒരു വലിയ ഭാഗ്യാണ്. وإن كل لما جميع لدينا محضرون. എല്ലാരും ജമീഉൻ എല്ലാരും ലദൈന മുഹ്ളറൂൻ എല്ലാരും ഹാജറ ഞങ്ങളെ മുട്ട ഹാജരാക്കപ്പെടുற ആൽമാരേറ്റിക്കിടാറ്. എല്ലാരും ഞങ്ങളെ മുട്ട ഹാജരാക്കപ്പെടുறாரு. ഹാജറാവുടാറുണ്ടല്ല അള്ളാഹു താല ചൊന്നെ മുഹ്ളറൂൻ ഹാജറാവുടാറുണ്ട് ചൊല്ലുണ്ടായെങ്കിൽ ഹാലിറൂൻ ചൊന്നെങ്കിൽ മിയാവത്ത് എല്ലാരും ഞങ്ങളെ മുട്ട ഹാജരാവുട ഒരു നാളുണ്ടു. ഞങ്ങളെ മുട്ട ഹാജരാവുടെന്നെങ്കിൽ ഇപ്പൊ അള്ളാഹു താല ഞങ്ങളെ മുട്ട ഇല്ല എന്ന് ചൊല്ല അർത്ഥ പണില്ലേ. എപ്പോഴും ഏത് ടൈമിലും അള്ളാഹു താല ഞങ്ങളെ മുട്ടയില്ല. ഖിയാമത്ത് നാളാവുമ്പോ ഡയറക്റ്റ് ആയിട്ടുള്ള അള്ളാഹു താലിന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന നിലക്കാണ് അള്ളാഹുടെ മുട്ട ഹാജരാവുടെ ചൊല്ലി. ഇപ്പൊ ഞങ്ങ ചിന്തിച്ചിട്ടാണ് അള്ളാഹു താല ഉല്ലാ ചൊന്നിട്ടും അള്ളാഹു താല ഞങ്ങളെ കൺട്രോൾ ആക്കിക്കൊണ്ടുള്ള ചൊന്നിട്ടുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയില്ല. അല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ അള്ളാഹുടെ കണ്ടിട്ടില്ലേ, അള്ളാഹുടെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. അതേ ടൈമിൽ ഖിയാമത്ത് നാളുണ്ട് ആർക്കും നിഷേധിക്കാവാത്ത രൂപത്തിൽ അള്ളാഹു താലയുടെ അനുഭവം ഉണ്ടാവും. അള്ളാഹു താലയുടെ കുതിരത്തിന് അനുഭവം ഉണ്ടാവും. അള്ളാഹു താലയുടെ ആ ഗാംഭീര്യത്തില് ജബ്ബാരിയത്തില് സീരിയസ് ആയിട്ടുള്ള ഒരു മുഖം ഉണ്ടല്ലേ, അതൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അള്ളാഹു താലോട് ചെന്ന് എല്ലാരും നന്റെ മുട്ട ഹാജരാവിടാറുണ്ടല്ല, ഹാജരാക്കപ്പെടാറുണ്ടാണ്. എന്തുകൊണ്ടിട്ടു? കാരണം പല നിലക്കുള്ള തപ്പുങ്ങ അപരാധങ്ങ കുറ്റങ്ങളിലാക്കിയിട്ട് ഒരിക്കലും ഖിയാമത്ത് നാളുണ്ട് എല്ലാരും സ്വന്തം ഇഷ്ടപ്രകാരം ഹാജരാവും കേക്കില്ലേ. സ്വന്തം ഇഷ്ടപ്രകാരം ഹാജരാവുകില്ലങ്ങനത്തെ ധൈര്യം ആർക്കും മണ്ടല്ലേ. പല ನಮ್ಮಂತುള്ള ವಿಚಾರಣೆ ನಾನು നേരിടണല്ലേ എതിരിസണല്ലേ നക്കിനി വിചാരണ കൊണ്ടല്ലേ തപ്പുങ്ങ പല ദോഷങ്ങൾ ഉണ്ടല്ലേ എന്ന നിലക്ക് ഹാജരാവുക ആരും കേക്കില്ല. അപ്പൊ പിടിച്ച് വലിച്ചിട്ട് കൊന്നിട്ട് ഹാജരാക്കപ്പെടാണ് എല്ലാരും. ഇതാണ് വൈൻകുല്ലമ്മ ജമീഉല്ലദീന മുഹ്ളറൂൻ എല്ലാരും പിടിച്ചിട്ട് ആറ് സ്വന്തമായിട്ട് ഹാജരാവും കേക്കില്ല ടൈമും പിടിച്ച് ഒരു സാധാരണ ഒരു അപരാധിരെ അറസ്റ്റാക്കിയ ഒരാളുടെ എങ്ങനെ പിടിച്ചു വന്നിട്ട് കൊന്നിട്ട് ഹാജരാക്കിടാറ എന്ന രൂപത്തിൽ എല്ലാരും ഹാജരാക്കപ്പെടുற ഒരു നാളേറ്റിക്കര്. പിന്നെ അള്ളാഹു താല ചൊന്ന അപ്പ എല്ലാവർക്കും മരിക്കുകൊണ്ടു മരിച്ചിട്ട് ഒരു നാല് അള്ളാഹുടെ മുന്നിൽ നിൽക്കുകൊണ്ടു ചൊല്ല ഒരു വലിയ പാടാണ് ഈ ആയത്ത് നമുക്ക് നെനപ്പാക്കി തന്റെ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പാടിയതായ ഒരു ബൈത്ത് കാണ്ട് വലൗ അന്നാ ഇദാ മുത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യിൻ വലാകിന്നാ ഇദാ മുത്നാ ബുഇസ്നാ വനുസ്അലു ബഅദ ദാ അൻ കുല്ലി ഷൈഇൻ.
വലൗ അന്നാ ഇദാ മുത്നാ തുരിക്ന, നങ്ങ മരിച്ചു പോയാൽ പിന്നെ ഞങ്ങളെ അങ്ങനമേ ഞങ്ങളെ ബുട്ടുബുട്രൻ ടാങ്ക് മരിച്ചാൽ പിന്നെ നമുക്ക് എന്തും ഇല്ല. തീന്ത് മരിക്കലോട് കൂടെ എല്ലാം സകലവും തീന്തിട്ട് ഒരു അങ്ങനെയുള്ളൊരു അവസ്ഥ ഇന്തിണ്ടെന്നായെങ്കിൽ ലക്കാനൽ മൗത്തു റാഹത്ത കുല്ലി ഹയ്യിൻ, ജീവിച്ചിട്ടുള്ള എല്ലാ ആൽമാർക്ക് മരണ ചൊല്ലത് വലിയൊരു റാഹത്തായി പോയിറാന്ത്. കാരണ ജീവന ചൊല്ലതിൽ ജീവന പല നിലത്തുള്ള കഷ്ട നഷ്ടങ്ങൾ കൂടിയങ്ങനത്തെ കാര്യമായിട്ട് ഈ ജീവന. അപ്പൊ അതെല്ലാം തീർന്നങ്ങനത്തെ ഒരു സംഗതിയായിട്ട് മരണ സംഭവിക്കടല്ലേ. അപ്പൊ മരിപ്പിൽ പിന്നെ വേറൊന്നും ഇല്ലാണ്ടിന്നെങ്കിൽ ഈ മരണ ചൊല്ലത് എല്ലാരും കൊതിക്കിടങ്ങനത്തെ ഒരു റാഹത്തര സംഗതിയാവന്ത്. കാരണം അതോട് കൂടെ തീന്തല്ലേ അല്ല കഷ്ടനഷ്ടങ്ങൾ എല്ലാം തീന്തല്ലേ, ഇനി വേറൊന്നും ഇല്ലല്ലേ എന്ന രൂപത്തിലായിരാന്ത്. പക്ഷേ ഞങ്ങ മരിക്കൻ ടാങ്ക് ഞങ്ങ അങ്ങനെ ഞങ്ങളെ മരിപ്പോട് കൂടെ ഞങ്ങൾ എല്ലാ കാര്യവും തീർന്നു പോണ്ടില്ല. ബുഇസ്ന, പിന്നെ ജണ്ടാമതൊന്ന് എണിക്കൊണ്ടു, ജണ്ടാമതൊന്നു ജീമ കിട്ടിട്ട് ಬರಗುಂಡು, ഭൂമിക്ക് ಬರಗುಂಟಲ್ಲ ಜಂಡಾಮದೊരു ജീമ കിട്ടകൊണ്ടു. ആ കിട്ടിയാൽ പിന്നെ അവസ്ഥ എന്തൊരു വനുസ്അലു ബഅദ ദാ അൻ കുല്ലി ഷൈഇൻ, അങ്ങനെ ആ ജണ്ടാമതൊരു ജീമ കിട്ടിയാൽ പിന്നെ എല്ലാ കാര്യത്തെ ಬಗ್ಗೆ വിചാരണ ഉണ്ടു. അതാണ് വലിയ പേടിയുള്ള സംഗതി. പ്രതി ഒരു കാര്യത്തെ ಬಗ್ಗೆ ക്വസ്റ്റ്യൻ ഉണ്ടു. അത് വലിയൊരു പേടിപ്പിക്കടെ പേടിപ്പാട്ടങ്ങനത്തെ ഒരു സംഗതി ആയിട്ടിക്കറ്. അതാണ് മനുഷ്യ എപ്പോഴും ബോധപേനായത്. മനുഷ്യക്ക് വേറെല്ലാ കാര്യം സരളായിട്ടിക്കറ്, സില്ലിയായിട്ടിക്കറ്. ഊಡ್ರೆ കഷ്ട നഷ്ടങ്ങ, ഊಡ್ರೆ പ്രയാസങ്ങ, തൊന്തരങ്ങ, അതൊന്നും ഒരു വിഷയമേ അല്ല. അതെല്ലാം ഇങ്ങനെ കലിഞ്ഞു പോണ്ടത്, എങ്ങനെ ഗുന്താവാത്ത രൂപത്തിൽ കലിഞ്ഞു പോണ്ട വിഷയമായിട്ടിക്കറ്. മനുഷ്യ എപ്പോഴും ബോധത്തിക്കൊണായത് മരിപ്പിൽ പിന്നൊരു വലിയൊരു ജീവൻ ഉണ്ടല്ലേ, അതിൽ പിന്നെ ഈ ജീവനത്തിൽ ആക്കിക്കൊണ്ടുള്ളങ്ങനത്തെ പ്രതി ഒരു കാര്യത്തെ ಬಗ್ಗೆ വിചാരണ ഉണ്ടല്ലേ, ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, ഹിസാബ് ഉണ്ടല്ലേ ചൊല്ല സംഗതി ആയിട്ടിക്കൊണ്ട് മനുഷ്യരെ ബോധത്തിൽ എപ്പോഴും ഇക്കോണായതിട്ടാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഈ ബൈത്തിൽ നമ്മൾ പഠിപ്പാട്ട്. ആ ഒരു സംഗതിയുടെ ബഗ്ഗെയാണ് അല്ലാഹു തആല ഷോർട്ട് ആക്കിയിട്ട് ചൊല്ലുന്നത്, വൈൻകുല്ലുൽ ലമ്മ ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ. ഭാരി ഒരു സ്ട്രെസ് കൊടുത്തിട്ടാണ് അല്ലാഹു തആല ചൊല്ലുന്നത്. എല്ലാരും കുല്ലുൻ ജമീഉൻ ചൊന്നെങ്കിൽ ജെൻഡർ അർത്ഥം എല്ലാരണ്ടാണ്. എല്ലാരും ഹാജരാക്കപ്പെടുറാരെന്ന് ചൊന്ന പോലെ ഒരു മനുഷ്യൻ ബാക്കിയാവില്ല, ഒരാളും ബാക്കിയാവില്ല. ആർക്കും മണ്ടുക മുങ്ങുകാവുന്നുണ്ടാറും വിചാരിക്കണ്ട, അള്ളാഹുടെ കണ്ണിൽ നിന്നുണ്ട് തപ്പാട്ടുകാവുന്നുണ്ടാറും വിചാരിക്കണ്ട, എല്ലാരെയും ഉണ്ട് ഹാജരാക്കപ്പെടുക. ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. ഇനിയുള്ള ആയത്തിൽ അല്ലാഹു തആല വിശദീകരിക്കണമെങ്കിൽ മരിച്ചൽ പിന്നെ രണ്ടാമതൊരു ജന്മമുണ്ടു ചൊല്ല കാര്യം എല്ലാവരും അംഗീകരിക്കുന്ന വിഷയമല്ല. അത് ആർക്കും വേഗത്ത് അംഗീകരിക്കുക ആവില്ല, ഒപ്പുക ആവില്ല. അത് ഒപ്പിയണ്ടായി മനുഷ്യ വേഗത്തുക നല്ല അവിടെ അല്ലേ. ഇവിടെ ഒട്രാസി ജീവിച്ചോണ്ടുള്ള അക്രമവും അന്യായവും ആയിട്ട് ജീവിച്ചോണ്ടുള്ളങ്ങു മരിച്ചൽ പിന്നെ ഒരു ജീവനുണ്ടു. ആ ജീവനത്തിലെ നണ്ട ഊട്ര പ്രവർത്തനങ്ങളെല്ലാം വിചാരണക്ക് പിന്നെ വിചാരണ ആവിടു ചൊല്ലൊരു ബോധം എന്നിട്ടായെങ്കിൽ എല്ലാരും നല്ലല് ജീവിച്ചറാന്താർ, എല്ലാരും ചന്തത്തിൽ ജീവിച്ചിറാന്താർ. പക്ഷെ ആ ബോധമില്ലാത്ത കൊണ്ടാണ് കൂടെ ഒട്രാസിയായിട്ട് ജീവിച്ചോണ്ടുള്ളേ. അപ്പൊ എല്ലാവർക്കും ആ ഒരു നമ്പിക്ക വേഗത്തുക പണ്ടില്ല. മരിച്ചൽ പിന്നെ ഒരു ജീവനുണ്ട്. ആ ജീവിതത്തില് പിന്നെ എല്ലാം ഒരു മനുഷ്യ മരിച്ചൽ പിന്നെ അവന്റെ തടിയെല്ലാം മണ്ണായി പോണ്ടു, എല്ലാം പോണ്ടല്ലേ, എല്ലാം ചീഞ്ഞു പോണ്ടല്ലേ. ആ ചീഞ്ഞു പോയാൽ പിന്നെയും അള്ളാഹു താല ജണ്ടാമതുണ്ട് അതേ തടിരെ ജണ്ടാമത് അള്ളാഹു താല ജീവിപ്പിക്കട ചൊല്ലത് വേഗത്തുകാർക്കും നമ്പുകാവില്ല. അതെങ്ങനെ വാട്ട് ക്വസ്റ്റ്യൻ ആക്കിടാർ. എന്തിനാ അതൊക്കെ പ്രൂഫ് എന്തിനായിട്ട് കേൾക്കിടാർ? അതുക്കുള്ള പ്രൂഫാണ്, തെളിവാണ് അള്ളാഹു താല ഇനി നെക്സ്റ്റ് പണ്ട് ആയത്തുങ്ങൾ അള്ളാഹു താല വിശദീകരിച്ചോണ്ടുള്ളേ. ഭൂമിയിൽ കാണണ്ടങ്ങനത്തെ ഈ പ്രപഞ്ചത്തിൽ കാണണ്ടങ്ങനത്തെ പല കാര്യത്തിലും മനുഷ്യക്ക് ഒരു പുനർജന്മം ഉണ്ട് ചൊല്ലക്ക് പല പ്രൂഫും ഉണ്ട്. ആയത്തുല്ലഹുമുൽ അർളുൽ മൈതത്തു, അങ്ങൊരു അടയാളമായിട്ടിക്കറ്, ഒരു തെളിവായിട്ടിക്കറ്. അൽ അർളുൽ മൈതത്തു,
ചത്തുപോയങ്ങനത്തെ ഭൂമി, നിർജീവമായി പോയങ്ങനത്തെ, നിഷ്ക്രിയമായി പോയങ്ങനത്തെ ഭൂമി, അത് അങ്ങൊരു വലിയ അലാമത്തായിട്ടിക്കർ, അല്ലെങ്കിൽ അങ്ങൊരു പ്രൂഫായിട്ടിക്കർ. ആ ഭൂമിയുടെ അഹിയൈനാഹ, നിർജീവമായി പോയങ്ങനത്തെ, മലയും ഒന്നും ഇല്ലാണ്ട്, സസ്യങ്ങ തെയ്യുങ്ങ ഒന്നുമില്ലാണ്ട് നിർജീവമായിട്ട് നിഷ്ക്രിയമായി പോയങ്ങനത്തെ ഭൂമി ഇക്കിടല്ലേ. അങ്ങനത്തെ ഭൂമിയുടെ അള്ളാഹു താല പിന്നെ എന്താക്കട, അഹിയൈനാഹ, നങ്ങാതിരെ പിന്നെ ജീവിപ്പിക്കട. എങ്ങനെ ജീവിപ്പിക്കട? നല്ല മല ചൊരിഞ്ഞു കൊടുത്തിട്ടു ಅದಕ್ಕೆ പിന്നെ രണ്ടാമതൊരു ജീമ ബണ്ട്. എന്നിട്ട് വാഖ്റജ്ന മിൻഹ ഹബ്ബ, അതിൽ നിന്നിട്ട് നങ്ങ പല ധാന്യങ്ങളെ പുറപ്പെടുവിക്കട, ധാന്യങ്ങളെ പറത്തുകൊണ്ട. ഫമിൻഹു യഅ്കുലൂൻ, ആ ധാന്യത്തിൽ നിന്നിട്ടല്ലേ യഅ്കുലൂൻ, അങ്ങ തിണ്ടോണ്ടുള്ളേ. നോക്കൊരു എത്രമാ ഭൂമിങ്ങ കംപ്ലീറ്റ് വണങ്ങി പോയാൽ പിന്നെ ഒരു മല പൂന്നിട്ടെങ്കിൽ പിന്നെ അതിൽ നല്ല നല്ല സസ്യങ്ങൾ ഉണ്ടാവും, തൈങ്ങൾ ഉണ്ടാവും, കൃഷി ഉണ്ടാവും. ആ കൃഷിയിൽ പല നമുത്തുള്ള ധാന്യങ്ങൾ ഉണ്ടാവും. ആ ധാന്യങ്ങായിട്ടിക്കറ് നമുക്ക് തിന്നു കിട്ടേ. അതൊരു വലിയ പ്രൂഫായിട്ടിക്കറ് നങ്ങ രണ്ടാമത് പുനർജന്മ ആയിട്ട് ബണ്ട ചൊല്ലേക്കിട്ടാണ് അള്ളാഹു താലോട് ചൊന്നിട്ടുള്ളത്. ഭൂമിയിലുള്ള എല്ലാ കാര്യവും, ഭൂമിയിൽ നടക്കണങ്ങനത്തെ, പ്രപഞ്ചത്തിൽ നടക്കണങ്ങനത്തെ ഏതൊരു സംഗതി ആവട്ടെ, അത് വെറും നങ്ങ ಅದರ ಪ್ರತ್ಯಕ್ಷമായ ഒരു നോട്ടം മാത്രം നോക്കിയെങ്കിൽ മെയ്യാവില്ല. ಅದರ ಬಗ್ಗೆ ಚಿಂತನೆ ಹಾಕೋಣ, ಆಳമായിട്ട് ಚಿಂತನೆ ಹಾಕೋಣ. ഇവിടെ നടക്കണങ്ങനത്തെ എല്ലാ പ്രപഞ്ചത്തെ ഘಟನೆങ്ങ അതെല്ലാം അള്ളാഹു താല ഞങ്ങളെ ചിന്തിപ്പിക്കുകയായിട്ട് വെച്ചങ്ങനത്തെ ഘಟನೆಗಾയിട്ടിക്കരുത്. ഒരു മര, നല്ല ഫലതണ്ടങ്ങനത്തെ ഒരു മര, കേവಲ അത് ഞങ്ങൾ തിന്നുക, നമുക്ക് ഫല തണ്ടിട്ട് മാത്രല്ല, ಅದರ ಬಗ್ಗೆ ചിന്തിക്കണം, എങ്ങനെയാണ് ഈ ഫലം ഉണ്ടാവുന്നത്, ആ മര എങ്ങനെയാണ് അത് പിന്നെ ಅದಕ್ಕೆ വേണായ ആഹാരം അത് സംഗ്രഹാക്കടെ, വണങ്ങിപ്പോയങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെയാണ് ಅದಕ್ಕೆ ജീവ പിടിക്കടെ, അത് ആ രൂപത്തിൽ ചിന്തിക്കൊണ്ടിട്ടാണ് അള്ളാഹു തലങ്ങൾ ചൊന്നിട്ടില്ലേ. വണങ്ങിപ്പോയങ്ങനത്തെ ഭൂമിയുടെ എങ്ങനെയാണ് അള്ളാഹു താല ജീവിപ്പിച്ച്, എങ്ങനെ അള്ളാഹു വണങ്ങിപ്പോയ ഭൂമിയുടെ ജീവിപ്പിക്കുക അള്ളാഹു സാധ്യാവുട. അതേ രൂപത്തില് നിഷ്ക്രിയമായി പോണ്ടങ്ങനത്തെ, നിർജീവമായി പോണ്ടങ്ങനത്തെ മനുഷ്യരെ രണ്ടാമത് ജീവ കൊടുക്കും അള്ളാഹു താല സാധ്യാവുണ്ടാണ് അള്ളാഹു താല ചൊല്ലി. മനുഷ്യരുടെ തടി മരിച്ചു പോയാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് അത് ചീഞ്ഞു പോയിട്ട് മണ്ണില് അലിഞ്ഞു പോയെങ്കും, മണ്ണിൽ അത് മിക്സായി പോയിട്ട് എന്തുമില്ലാണ്ടായി പോയെങ്കും രണ്ടാമത് അള്ളാഹു താല അതിനെ ജീവിപ്പിക്കുക. അതുക്കുള്ള തെളിവേ നിങ്ങൾ മുന്നലെ എതിരിലെ കണ്ടോണ്ടുണ്ടല്ലോ. എന്തിരെ നിങ്ങൾ മുന്നിൽ എത്രമാ വണങ്ങി പോയങ്ങനത്തെ ഭൂമി, ഒരു ജീവ ഇല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഇനി അതിലൊരു തൈ ഉണ്ടാവാല, ഒരു സസ്യം ഉണ്ടാവാലാണ്ട് നിങ്ങൾ വിചാരിക്കണങ്ങനത്തെ ഭൂമി ഒരു മല പൂന്ന സാർത്തക്ക് ಅದಕ್ಕೆ എന്താവുള്ളൂ, ജീവ പിടിക്കറ്. അതിൽ പല നമുത്തുള്ള ധാന്യങ്ങൾ ഉണ്ടാക്കാവുള്ളൂ, കൃഷി ഉണ്ടാക്കുക. ഫമിൻഹു യഅ്കുലൂൻ, അതിൽ നിന്നാണല്ലേ നിങ്ങ അങ്ങ തിണ്ടോണ്ടില്ലേ. കാലി തിണ്ടെങ്ങുമെയ്യാവ, ചിന്തിക്കണ്ടേ ಅದರ ಬಗ್ಗೆ, എങ്ങനെ അത് ഉണ്ടാവുന്നതിന്റെ ಬಗ್ಗೆ ചിന്തിക്കണ്ടേ എന്നാണ് അല്ലാഹു താല ഞങ്ങളുടെ പ്രശ്നമാക്കിയോണ്ടില്ലേ. വജഅൽനാ ഫീഹാ, ആ ഭൂമിയിൽ ഞങ്ങ ആക്കി വെച്ചിറ ജന്നാത്തിൻ മിൻ നഖീലിൻ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅനാബ്, ആ ഭൂമിയിൽ ഞങ്ങ ആക്കി വെച്ചിറ എന്തിനും പല നമുത്തുള്ള തോട്ടങ്ങ ഞങ്ങ ആക്കി വെച്ചിറ. അത് ಈತ ಬಲ್ತ ತೋಟ ಉಂಡು, മുന്തിരി ദ്രാക്ഷിയുടെ തോട്ട ഉണ്ടു. ദ്രാക്ഷി മുന്തിരി പോലോത്ത നല്ല നല്ല ಹಣ್ಣು ಹಂಪಲುಂಗಲೆ ತೋಟಂಗ അങ്ങു കാണു അങ്ങ നോക്കിയോണ്ടില്ലേ. അറബി റായത്തങ്ങു സുപരിചിതമായിട്ടുള്ള അങ്ങനത്തെ രണ്ട് സാധനമായിട്ട്, രണ്ട് ഫ്രൂട്ട്സ് ആയിട്ട് മുന്തിരിങ്ങയും ദ്രാക്ഷിയും അതുപോലെ പിന്നെ ഈത്തപ്പല ചൊല്ലത്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഖുർആനിൽ യാറത്തെ ജാഗത്തിൽ ಇದರ ಬಗ್ಗೆ മുന്തിരി തോട്ട, മുന്തിരിയും അതുപോലെ ഈത്തപ്പലത്തെ യാർ അള്ളാഹു തആല ചൊല്ലിട്ടില്ല. ടോട്ടലായിട്ട് ഉദ്ദേശ പല നമുത്തുള്ള വ്യത്യസ്തമായ ഫലങ്ങളെ തോട്ടങ്ങ നങ്ങ അങ്ങുബേനായിട്ട് ആക്കി വെച്ചിര, അങ്ങ തിന്നുകുബേനായിട്ട്, അങ്ങനെ ഉപകാരത്തുക്ക് വേനായിട്ട് നങ്ങ ആക്കി വെച്ചിര, മനുഷ്യന്മാർ ഉപകാരത്തുക്ക് വേനായിട്ട് ആക്കി വെച്ചിര. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, ആ ഭൂമിയിൽ നങ്ങ നല്ല പൊലങ്ങലെ നങ്ങ ആക്കി വെച്ചിറ. തന്നിര വ്യവസ്ഥക്ക് വേനായിട്ട് പൊലങ്ങലെ സംവിധാനം, പൊലയുടെ വ്യവസ്ഥ ആക്കി വെച്ചിറ തന്നിക്ക് വേനായിട്ട്. ലിയക്കുലൂ മിൻ സമരിഹി, ഈ തോട്ടം എന്തികാണ്, ലിയക്കുലൂ മിൻ സമരിഹി, അതിന്റെ ഫലത്തിൽ നിന്ന് അങ്ങ് തിന്നുകുബേനായിട്ട്.
വമാ അമിലതുഹു ഐദീഹിം, ഇതൊന്നും അങ്ങനെ കൈകൊണ്ടങ്ങാക്കി വെച്ചതല്ല, മനുഷ്യന്മാർ അങ്ങനെ സ്വന്തം കൈകൊണ്ടാക്കി വെച്ചതല്ല, അള്ളാഹു താല ഡയറക്റ്റ് ആയിട്ട് ഇവിടെ വ്യവസ്ഥ ആക്കി വെച്ചതാണ്. അഫലാ യഷ്കുറൂൻ, അങ്ങ ശുക്രാക്കല്ലേ. വല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അള്ളാഹു താല കേട്ടോണ്ടില്ലേ. മനുഷ്യന്മാർക്ക് ഭൂമിയില് ഉള്ളങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു അകത്തിയിട്ടിക്ക് അങ്ങനെ ബയർ നുറക്കടത് ചൊല്ലത്. ആ ബയർ നുറച്ചില്ലേണ്ടെങ്കിൽ പിന്നെ മനുഷ്യകു വേറെന്തും ആക്കുകയില്ലല്ലേ, വേറെന്തും ആക്കുകയില്ല. അപ്പൊ ബയർ നുറക്കടെ അവന്റെ പസി ഇല്ലാണ്ടാക്കടെ, അതുപോലെ താക ഇല്ലാണ്ടാക്കടെ ചൊല്ലി പ്രധാനപ്പെട്ട അഗത്യത്തെ പൂർത്തിയാക്കുകയായിട്ട് അള്ളാഹു താല ആക്കി വെച്ച സംവിധാനത്തെയാണ്, വ്യവസ്ഥയുടെ ബഗ്ഗെയാണ് അള്ളാഹു താല ചൊന്നിട്ടില്ലേ. വണങ്ങിപ്പോയങ്ങനത്തെ ഭൂമി കൃഷിക്ക് യോഗ്യമായ രൂപത്തിൽ അള്ളാഹു താല രണ്ടാമത് അതിനെ സജീവമാക്കട, ജീവമുള്ളതാക്കട. അതുപോലെ വെറും മനുഷ്യകു സാധാരണ ഒരു ധാന്യത്തിൽ നിന്നുണ്ടാക്കണ അങ്ങനത്തെ ഒരു ചെറിയ മട്ടിലുള്ള ബേസിക് ആയിട്ടുള്ള ഫുഡിങ് മാത്രമേ ആവില്ല. അവനക്ക് ഫ്രൂട്ട്സുങ്ങ വേണോ, ആ ഫ്രൂട്ട്സുക ഉപേനായിട്ട് ഫ്രൂട്ട്സുങ്ങ തിന്നക ഉപേനായിട്ടുള്ള അങ്ങനത്തെ തോട്ടം അള്ളാഹു താല, ഫ്രൂട്ട്സിന്റെ തോട്ടം അള്ളാഹു താല അതിരെ വ്യവസ്ഥയാക്കി വെച്ചിര. താകാവുമ്പോ തന്നി കുടിക്കുകയും അതുപോലെ വേറെ അകത്യത്തുകല്ല തന്നി യൂസ് ആക്കുക ഉപേനായിട്ടുള്ള പൊലങ്ങൾ അള്ളാഹു താല ഉണ്ടാക്കി വെച്ചിര. ഇതെല്ലാം ആക്കി വെച്ചിട്ട് ഇതെന്തും അങ്ങനെ സ്വന്തം കൈ ഉണ്ടാക്കിരല്ല, മനുഷ്യന്മാർ സ്വന്തം കൈ കൊണ്ടാ ഈ പൊലട ഉണ്ടാക്കിര്, ഈ കാണ്ടെ തോട്ടങ്ങളെ ഉണ്ടാക്കിര്, ഈ തോട്ടത്തെ വ്യവസ്ഥങ്ങ ഈ കാണ്ടെ വണങ്ങിപ്പോയങ്ങനത്തെ ഭൂമിയുടെ രണ്ടാമത്തെ ജീവ പിടിപ്പാറ്റിയ മനുഷ്യന്മാർ സ്വന്തം കൈ കൊണ്ട് പിടിപാറ്റിയ ഒരിക്കലുമല്ല. ഇതെല്ലാം അള്ളാഹു താല ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ആക്കി കൊടുത്തിരല്ലേ. അഫലാ യഷ്കുറൂൻ, ഇതൊക്കൊന്ന് ശുക്രാക്കില്ലേ അങ്ങ. ഇതെല്ലാം ഞാൻ വെറുതെ ആക്കി വെച്ചിരമാ, ഇതെല്ലാം തിന്നിട്ട് ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഉടമേ ജീവന ഇങ്ങനെ കല്ഞ്ഞു പോകു വെച്ചിരല്ല. ಇದರ ಬಗ್ಗೆ ಎಲ್ಲ ಚಿಂತನೆ ಹಾಕಿಟ್ಟು ಅವನಿಗೂ ಬೇನಾಯ್ತು ಅವನ್ಡೆ ഇതാക്കിയവന്റെ ಬಗ್ಗೆ തിങ്ക് ആക്കുകയും ഇതാക്കിയവന്റെ ಬಗ್ಗೆ ചിന്തന ആക്കുകയും അവനുകു ಬೇನಾയിട്ട് ജീവിക്കുക ಬೇനായിട്ടാണ് ഇതെല്ലാം ആക്കി വെച്ചത്. ആ നിലക്ക് അങ്ങ് അതിൽ ഒരു നന്ദി കാട്ടില്ലേ ഇട്ടാണ് അള്ളാഹു താല കേട്ടോണ്ടില്ലേ. ഖുർആനിൽ പിന്നൊരായത്തിൽ കാണുന്നുണ്ട്, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി വയുഹ്യിൽ അർള ബഅദ മൗതിഹാ. അള്ളാഹു താല ഭൂമിയുടെ ജീവിപ്പിക്കട ബഅദ മൗതിഹാ, അത് വണങ്ങിയാൽ പിന്നെ അത് ചത്തുപോയാൽ പിന്നെ ഭൂമിയുടെ അള്ളാഹു താല ജീവിപ്പിക്കടല്ലേ. വകദാലിക തുഖ്റജൂൻ, അതേപോലെ നിങ്ങളെയും അള്ളാഹു താല രണ്ടാമതൊരു പുനർജന്മാക്കിട. ഭൂമിയുടെ എങ്ങനെ ജീവിപ്പിക്കുക അവിടെ അതേപോലെ നിങ്ങളെയും രണ്ടാമത് ജീവിപ്പിക്കുക അവിടെ. പിന്നെ ഒരായത്തിൽ അള്ളാഹു താല ചൊന്നിട്ടില്ല. അപ്പൊ അള്ളാഹു ഫസ്റ്റ് ചൊന്നേ നിങ്ങളെ രണ്ടാമതിനക്ക് ജീവിപ്പിക്കുക അവിടെ ചൊല്ലതുക്കുള്ള പ്രധാനപ്പെട്ട പ്രൂഫ്, അതുക്കുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ അതുക്കുള്ള ഒരു അലാമത്ത് എന്തിരെ, അടയാളം എന്തിരെ, ദാ നിങ്ങളെ ദൂരിൽ വണങ്ങി അങ്ങനത്തെ ഭൂമി കണ്ടോണ്ടില്ല, അതിൽ നാൻ രണ്ടാമത് ജീവിപ്പിക്കും. അതിലെ ചത്തുപോയങ്ങനത്തെ ഭൂമിയിൽ അല്ലെങ്കിൽ വണങ്ങിപ്പോയങ്ങനത്തെ ഭൂമിയിൽ രണ്ടാമത് നക്ക് ജീവിപ്പിക്കുക അവിടല്ലേ എന്നതുപോലെ നിങ്ങൾ ജീവിപ്പിക്കുന്നത് ചൊല്ലത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സരളമായിട്ടുള്ള ഒരു കാര്യമായിട്ട്. അതിന്റെ ಬಗ್ಗೆ ഒന്നും നിങ്ങൾ തലവെച്ചാക്കൊണ്ടിട്ടില്ല, ടെൻഷൻ ആക്കൊണ്ടില്ല, അതെങ്ങനെ ആവണു ചൊന്നിട്ടു. അത് ആ ഒരു കാര്യത്തെ ബഗ്ഗെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട അവിടെ മുശ്രിക്കീങ്ങ ക്വസ്റ്റ്യൻ ആക്കി വന്നത്. എങ്ങനെ ബാവ നബി തങ്ങൾ അങ്ങ് തമാശ ആക്കിക്കൊണ്ടിരുന്നാർ. ഈ മനുഷ്യ എന്തിനു ചൊല്ലി, ഇതാ മുസ്ദിഖുത്തും കുല്ല മുമസ്സഖിൻ ഇന്നകും ലഫീ ഖൽഖിൻ ജദീദ്, എല്ലാം ചിന്ന ഭിന്നമായി പോയാൽ പിന്നെ മനുഷ്യരെ തടി പരിപൂർണമായിട്ട് സമ്പൂർണമായിട്ട് എല്ലാം ചീഞ്ഞു പോയാൽ പിന്നെ രണ്ടാമത് അത് ജീവ പിടിച്ച് ബണ്ട് ചൊല്ലുടെ വാദ ഈ മനുഷ്യ ആക്കിക്കൊണ്ടില്ലല്ലേ, ഓണിಗೆಂದರೆ തലക്കടി ഇടാണ്ട് നബി തങ്ങളെ ಬಗ್ಗೆ അങ്ങ് കേട്ടോണ്ടിരുന്നാർ. അപ്പൊ അതിനെ അംഗീകരിച്ചുകൊണ്ടിരുന്നിട്ടില്ലേ. മക്കത്തെ മുശ്രിക്കീൻ അള്ളാഹുടെ അങ്ങ് അംഗീകരിക്കുക റെഡി എന്നാറ്. പക്ഷെ അങ്ങുള്ള പ്രധാനപ്പെട്ട എന്തിനെ രണ്ടാമതൊന്ന് പുനർജന്മായിട്ട് അവിടെ ഇങ്ങളെ ಬಗ್ಗೆ വിചാരണ ഉണ്ടോ, ഹിസാബുണ്ടോ, അതിനെ അംഗീകരിക്കുക ആയിട്ടിന്നിട്ടില്ലേ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുക ആയിട്ടിന്നിട്ടില്ല. ആ ഒരു പ്രധാനപ്പെട്ട വിഷയത്താണ് അല്ലെ ഇതുവരെ നബിത്തങ്ങളെ അംഗീകരിക്കുന്നതിന് ബഗ്ഗെയാണ് ഇത്രത്തോളം ചർച്ചയാക്കിക്കൊണ്ട് വന്നത്. ഇപ്പൊ ചർച്ചയാക്കിക്കൊണ്ടില്ലേ ആഖിറ ചൊല്ല ഒരു കാര്യമുണ്ടു, മരിച്ചൽ പിന്നെ രണ്ടാമതൊരു ജന്മ ചൊല്ല കാര്യമുണ്ടു, അതിനെ ബഗ്ഗെയുള്ള സമർത്ഥനയാണ്. അപ്പൊ ആ നിലക്ക് ആ മുശ്രിക്കീങ്ങളുടെ അള്ളാഹു താല കേട്ടോണ്ടില്ലേ, നിങ്ങ ഈ വണങ്ങിയ ഭൂമിയിലെല്ലാം ജീവി പിടിച്ച് നിങ്ങൾ കണ്ടോണ്ടുണ്ട്, പിന്നെ ഒരു ചീഞ്ഞു പോയ മനുഷ്യരെ ജീവി പിടിക്കുക വലിയ കഷ്ടമാണ്. ഖുർആനിലെ വേറെ പല ശാഖത്തിൽ അള്ളാഹു താല കേട്ടോണ്ടില്ല,
മനുഷ്യരെ ഫസ്റ്റ് ഉണ്ടാക്കിയവൻ അള്ളാഹു അല്ലേ? എന്തുമില്ലാത്തൊരവസ്ഥയിൽ, എന്തുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് മനുഷ്യരെ അള്ളാഹു താല ഉണ്ടാക്കിയിട്ടില്ലേ? അങ്ങനത്തെ ഒണുകു നുറുമ്പിപ്പോയങ്ങനത്തെ അല്ലെങ്കിൽ മണ്ണായി പോയങ്ങനത്തെ മനുഷ്യരുടെ രണ്ടാമത് ഉണ്ടാക്കുന്നത് വലിയ കഷ്ടമാണ്. അതൊന്നും കഷ്ടത്തെ വിഷയമേ അല്ലാണ്ട് അള്ളാഹു താല ചൊന്നിട്ടില്ല. പിന്നെ ഈ ആയത്തുങ്ങൾ അള്ളാഹു താല ആഹാരത്തെ മനുഷ്യർക്ക് അള്ളാഹു താല കൊടുത്തോണ്ടുള്ള ആഹാരത്തെ മഹത്വത്തെ ബഗ്ಗೆയാണ് അള്ളാഹു താല ചൊന്നിട്ടില്ലേ. ഫുഡ്രെ മഹത്വ ആഹാര നമുക്ക് അള്ളാഹു താല തന്നോണ്ടുള്ള തന്നിയും ചോറും ആഹാരങ്ങൾ ബാക്കിയുള്ള ഫുഡുരെ മഹത്വ ഇണ്ടത്തെ കാലത്തിൽ ഫുഡുരെ മഹത്വ ഫുഡുകുല്ലങ്ങനത്തെ മഹത്വ നമുക്ക് അള്ളാഹു താല തന്നോണ്ടുള്ള ആഹാരത്തെ മഹത്വ നങ്ങ പ്രത്യേകമായിട്ട് ಅದರ ಬಗ್ಗೆ ബോധ ഉണ്ടാവണായ ഒരു സന്നിവേശ ഇട്ടിക്ക്. എത്ര ഫുഡുകളാണ് ഞങ്ങൾ വേസ്റ്റ് ആക്കിക്കൊണ്ടില്ലേ? ഒരു കണക്കും കയ്യും ഇല്ലാണ്ട് അതിരൊട്ട ഒരു ബഹുമാനവും ഇല്ലാണ്ട് ആണ് ഞങ്ങളെ ജീവന പോയിട്ടില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്തു അക്രിമിൽ ഖുബുസ ഫഇന്നല്ലാഹ അക്രമഹു. നിങ്ങ ഖുബുസരെ റൊട്ടിരെ നിങ്ങ ರೆಸ್ಪೆಕ್ಟ್ ಹಾಕೋರು ബഹുമാനിക്കൊരു. കാരണം ഫഇന്നല്ലാഹ അക്രമഹു, നിശ്ചയമായിട്ടും അല്ലാഹു താല അതിനെ ബഹുമാനിച്ചിറ. റൊട്ടിരേട്ട് ചൊന്നേ അണ്ട് പ്രസിദ്ധമായിട്ടുള്ള അങ്ങനത്തെ ഒരു ആഹാരമായിട്ട് റൊട്ടി നബി തങ്ങളുടെ കാലത്ത്. അത് മാത്രമായിട്ടല്ല, എല്ലാ ഫുഡ് ഏത് ഫുഡ് ആവട്ടെ അതിനെ നിങ്ങൾ റെസ്പെക്ട് ആക്കൊരു. ഒരു മണി അരി പോലും, ഒരു ചെറിയൊരു പൂലു എന്തെങ്കിലും ഒരു ഫുഡ് പോലും വേസ്റ്റ് ആവുന്നത ಬಗ್ಗೆ ഞങ്ങൾ ജാഗ്രത വേണം. അത് വേറെങ്ങും അകത്യം ഉണ്ടായില്ലേ ചൊല്ല വിഷയമല്ല. വേറെങ്ങ എവിടെയെങ്കിലും പൈസ വെച്ചിറാറ അതുകൊണ്ടിട്ട് അങ്ങനെ ഉണ്ടല്ല. അള്ളാഹു താല അതിനെ ബഹുമാനിച്ചിറ. ഫുഡ് അള്ളാഹു താല ബഹുമാനിച്ചിറ. ആ ബഹുമാനം ഞങ്ങൾ കാട്ടൊന്നുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നിട്ടില്ലേ. അള്ളാഹു താല ബഹുമാനിച്ചതിനെ ബഹുമാനിക്കേണ്ടത് ഞങ്ങളെ കർത്തവ്യല്ലേ, ഞങ്ങളെ ഒരു ഡ്യൂട്ടിയല്ലേ. പിന്നെ ഒരു ഹദീസിൽ കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫുഡ് എത്ര ഒരു മഹത്വ കാട്ടിയേ ചൊല്ലുന്ന മനസ്സിലാക്കൂ. ഒരു ഹദീസ് നോക്കൊരു നബി തങ്ങ സാധാരണ ദുആർ നോട്ടിന്തൂല അല്ലാഹുമ്മ മത്തിഅനാ ബിൽ ഇസ്ലാമി വബിൽ ഖുബ്സി. റബ്ബേ ഞങ്ങൾക്കു നീന് സൗകര്യാക്കി തരണം. എന്തിനെ? ഒന്ന് ഇസ്ലാം കൊണ്ടിട്ടും വബിൽ ഖുബ്സ് കൊണ്ടിട്ടും ഞങ്ങളെ നീൻ അനുഗ്രഹിക്കണു. ഇസ്ലാമുടെ ഞങ്ങൾക്ക് പരിപൂർണമാക്കിയിട്ട് എപ്പോഴും ഞങ്ങളെ മുസ്ലിം ആക്കിയിട്ട് നീ ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണം. ആ ഒരു നിഅമത്ത് നമുക്ക് തരണം. വബിൽ ഖുബ്സി, അതേപോലെ റൊട്ടിയുടെ കൊണ്ടിട്ടും നമുക്ക് നീന് ഞങ്ങളെ അനുഗ്രഹിക്കണു. കാരണം എന്തുകൊണ്ടിട്ട് നോക്കൂ, ഇസ്ലാമുടെ ഒട്ടികമേ അള്ളാഹു താല ചൊന്നിട്ടുള്ള ഖുബ്സറയാണ് അല്ലെ. ഒരു ഫുഡ് ഇസ്ലാമുടെ കൊണ്ട് നമുക്ക് നിഅമത്താക്കിയതുപോലെ ഖുബ്സ് എന്ന ഫുഡ് കൊണ്ടിട്ട് ഞങ്ങളെ നിഅമത്താക്കണം. കാരണം ഫലൗലൽ ഖുബ്സു, ആ റൊട്ടി ചൊല്ലതില്ലാണ്ടായെങ്കിൽ മാ സ്വല്ലൈന, നമുക്ക് നിസ്കരിക്കുകവാലന്ത്, വല സുംന നോമ്പ് പിടിക്കുകവാലന്ത്, വല ഹജ്ജന നമുക്ക് ഹജ്ജാക്കുകവാലന്ത്, വല ഗസൗന യുദ്ധത്തിന് നമുക്ക് പോകാവാലന്ത്. അപ്പൊ ഫുഡ് ചൊല്ലത് ഒരു പ്രധാനപ്പെട്ട സംഗതി ഏറ്റിക്കര്. അപ്പൊ ആ ഫുഡ് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കണു ചൊന്നിട്ടില്ലേ രൂപത്തില് അത് വലിയൊരു മഹത്വ കാട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നിട്ടില്ലേ. മഹാന്മാർ വിശദീകരിക്കിടാറ് ഒരു ചെറിയ പിടി ഫുഡ് ഞങ്ങൾക്ക് കിട്ടുകയായിട്ട് എത്ര ആൾമാരാണ് അതുക്ക് ബേനായിട്ട് സ്വറാക്കിയിട്ടില്ലേ. സുമാറ് മഹാന്മാർ ചൊല്ല 360 ആൾമാർ സ്വറാക്കിയിട്ടാണ് ഒരു ചെറിയ പിടി ഫുഡ് ഞങ്ങളെ കയ്യിലെത്തരെ. 360 ഉണ്ടോ ഒരു അന്താജി ഇങ്ങനെ ചൊന്നരെ. 360 ഉണ്ടല്ല, ഇഷ്ടം ധാരാളമായിട്ടുള്ള ആൾമാർ സ്വറാക്കിട്ടേറ്റിക്കര് ഞങ്ങൾക്ക് ഒരു ചെറിയ പിടി ഫുഡ് ഞങ്ങളെ കയ്യിൽ വേണ്ടേ. നോക്കൂ, അതിൽ ഫസ്റ്റ് സ്വറാക്കിയ ആൾമാരിൽ ഫസ്റ്റ് ആളാറ് ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാമായിട്ടിക്കർ. മീകായിൽ അലൈഹിസ്സലാം ഭൂമിക്ക് തന്നീലി പാട്ട ചൊല്ല സ്വറാക്കിയത് കൊണ്ടിട്ടല്ലേ ഇവിടെ ഫുഡ് ഉണ്ടാവിടെ. അതിൽ പിന്നെ എത്രമാ റൈത്തന്മാർ അതുക്ക് ബേനായിട്ട് സ്വറാക്കിടാറ്. റൈത്തന്മാർ സ്വറാക്കിയാൽ പിന്നെ അതിന് സരിയാക്കുക ബേനായിട്ട് വേറെത്രമാ ആൾമാർ സ്വറാക്കിടാറ്. അതിന് ഞങ്ങളെ റായത്തി എത്തുപാട്ടുക ബേനായിട്ട് എത്രമാ വാഹനത്തങ്ങ ഗാഡിറങ്ങ അതുക്ക് ബേനായിട്ട് സ്വറാക്കിടാറ്. ഇങ്ങനെ എത്രമാ ആൾമാർ സ്വറ ആക്കിയിട്ടാണ് ഒരു ചെറിയ പിടി ഫുഡ് ഞങ്ങളെ കയ്യിലെത്തര്. ആ ഒരു ബോധ ഞങ്ങൾക്ക് വേണിട്ടാണ്. എത്ര ആൾമാർ ഇതുക്ക് ബേനായിട്ട് അങ്ങനെ ಬೇರ್ಪುಡ എലിപ്പാട്ടിടാറ്. അങ്ങനത്തെ ಬೇರ್ಪെലിപ്പാട്ടി അങ്ങനത്തെ ഫുഡിടെ ഞങ്ങ എന്തുമില്ലാത്ത അതിൽ ഒരു കണക്കില്ലാത്ത രൂപത്തിൽ വേസ്റ്റ് ആക്കടേ വേണായ പോലെ അഞ്ഞിഞ്ഞ് ഇഡ്രേ ചൊല്ലത് വലിയ ഒരു അപരാധമായിട്ടിക്കര്, വലിയൊരു ദോഷമായിട്ടിക്കര്. ഞങ്ങൾക്ക് അകത്തില്ലേണ്ടായെങ്കിൽ അത് വേറെങ്ങും കൊടുത്തിട്ടായെങ്കും അതിരെ അതൊരു ഉപകാരத்துக்கு വണ്ട പോലെ ആക്കും.
അല്ലെങ്കിൽ ഞങ്ങൾക്ക് അകത്തുള്ളത്ര മാത്രം ഫുഡ് നിങ്ങൾ ഔത്തുലാക്കും. ട്രാസ് വേണായത് പോലെ ഉണ്ടാക്കിട ചൊല്ലത് അത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി ഇങ്ങനത്തെ സ്വഭാവം അല്ല. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യത്തിലെല്ലാം തൗഫീഖ് തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.